എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നതിന്. ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണിത്, ബ്രൊമാൻസ്. കാരണം കുറേ നാളുകളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ കോമഡി സിനിമയിൽ ഇനി എപ്പോഴാണ് ചേട്ടാ കാണാൻ പറ്റുക എന്നുള്ളത്. ഞാനും പേഴ്സണലി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇതിൽ എൻ്റെ കഥാപാത്രം നിങ്ങളെ എത്രത്തോളം ചിരിപ്പിക്കുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ഈ നിൽക്കുന്നവരെല്ലാവരും നിങ്ങളെ നന്നായി എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനകത്ത് നല്ല നല്ല പൊട്ടിച്ചിരികളുണ്ടായിരിക്കും, അതേപോലെ തന്നെ നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരിക്കും. എല്ലാം ഉണ്ടാവുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും റൊമാൻസ് എന്ന കാര്യത്തിൽ. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ADJയുടെ രണ്ടാമത്തെ സിനിമയിലാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ച ജോ ആൻഡ് ജോ എന്ന് പറയുന്നൊരു സിനിമയിൽ ഒരൊറ്റ സീനിലാണ് ചില തീരുമാനങ്ങൾ നമ്മളെടുക്കുന്നത് ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം, ചിലപ്പോൾ നന്നായേക്കാം. എനിക്ക് പേഴ്സണലി ഞാൻ അന്നെടുത്ത തീരുമാനം ഏറ്റവും നല്ല തീരുമാനമായിരുന്നു എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം ADJയുടെ ഒരു ഫിലിം മേക്കിംഗ് തന്നെയാണ്. ADJ ഒരു സിനിമ ചെയ്യുന്നത് അതൊരു ഷൂട്ടിംഗ് പ്രോസസ്സാണെന്ന് പോലും നമുക്ക് ഒരുപക്ഷെ നമുക്ക് തോന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം അത് കൺസീവ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആർട്ടിസ്റ്റിന് ഒരു ടെൻഷൻ തരാതെ നമ്മൾ അങ്ങേയറ്റം കംഫർട്ടാക്കിയിട്ട് അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇത് ഇവരൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴും നമുക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ടെൻഷനോ ഒന്നും നമുക്ക് തോന്നില്ല. അപ്പം അന്ന് എനിക്ക് തോന്നിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ കുറച്ചുകൂടെ നല്ലൊരു വേഷം ചെയ്യണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നതും. ഞാൻ ഒരുപാട് സന്തോഷിച്ച കുറേ ദിവസങ്ങളായിരുന്നു. എന്തായാലും ഇതൊരു കിടിലം പരിപാടിയായിരിക്കും കേട്ടോ, അത് യാതൊരു സംശയമില്ല. 14-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. പിന്നെ ഈ നിൽക്കുന്ന എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ പുലികളാണ്. എനിക്ക് പറയുന്നത് പോലെ എനിക്കൊരു ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇവർ എന്നെ എങ്ങനെയാണ് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇവരോട് ബിഹേവ് ചെയ്യേണ്ടതല്ല, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് മാറിയിട്ട് വൻ പൊളിയായിരുന്നു. ലൊക്കേഷനിൽ അതിൻ്റെ ഒരു വൈബ് ഈ ട്രെയിലറിലുണ്ട്. ഇതിൻ്റെ ഇരട്ടിയായിരിക്കും സിനിമയിൽ വരിക. അപ്പോൾ എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും, ഇതിൻ്റെ ക്യാമറ അഖിലാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും, അസോസിയേറ്റ് ടീം, ഫുൾ ടീം, എല്ലാവരും ഉഗ്രൻ ടീമായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ സിനിമയുടെ ഭാഗമായെന്ന്. അതുപോലെ തന്നെ ഒരു നല്ല പ്രൊഡ്യൂസർ, ഒരു പക്ക പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഞാൻ അടുത്ത് നിന്ന് മനസ്സിലാക്കിയത് ആഷിഖ് ഉസ്മാൻ്റെ കൂടെ ഈ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചതുകൊണ്ട് പറയല്ല, ഇതിനു മുൻപും ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രീതി, ഒരു സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അത് ഓരോ നിമിഷവും മനസ്സിലാക്കി തന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആഷിഖ്. താങ്ക് യു സോ മച്ച് ആഷി, ഇതുപോലൊരു സിനിമയിൽ ഭാഗമായതിന്. അപ്പോൾ എന്തായാലും 14-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ വരിക. തീർച്ചയായിട്ടും നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ സിനിമ ഗംഭീര സിനിമകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും ത്രില്ലർ മൂഡിലുള്ള സിനിമകളാണ്, ഗംഭീര സിനിമകളാണെങ്കിലും കുറേ നാളായിട്ട് മലയാളികൾ വെയിറ്റിംഗ് ആണ്. ഫാമിലി ആയിട്ടിരുന്ന് പൊട്ടിച്ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമയിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, ധൈര്യമായിട്ട് 14-ാം തീയതി ഉണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷാജു ചേട്ടാ. ചേട്ടാ, ഞങ്ങൾ ഈ പോസ്റ്ററൊക്കെ നോക്കുമ്പോൾ എല്ലാ പോസ്റ്ററിലും ഷാജു ചേട്ടൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. കൊടകിലെ പ്രധാന ഗുണ്ടയാണോ ഷാജു ചേട്ടൻ്റെ ക്യാരക്ടർ? എന്തെങ്കിലും വരാൻ കിടക്കുന്നേ കണ്ടോണം. കംപ്ലീറ്റ് പരിപാടികൾ ഫുൾ സസ്പെൻസ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല. തോക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത്. ഫുൾ സസ്പെൻസ്. 14-ാം തീയതി കാണാം അല്ലേ? ഓൾറൈറ്റ്. സോ പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഒരിക്കൽ കൂടി ആ പാട്ട് ഒന്ന് പ്ലേ ചെയ്യും. ഡാൻസ് കളിക്കട്ടെ ഇവര്? ഇത്രയും അടിപൊളി പാട്ടാണ്. സോ മീഡിയ ടീം റിക്വസ്റ്റിംഗ് ഓൾ ഓഫ് യു ടു പ്ലേ ദ സോങ് വൺസ് അഗൈൻ. നമുക്ക് ഒരുമിച്ച് ഡാൻസ് കളിക്കാം. ഇവരെല്ലാവരും സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കും. മഹിമ ലീഡ് ചെയ്യും. Yes, so here we go. 3, 2, 1. Can you please have the song? Yeah.